ഇന്നലെ വൈകുന്നേരത്തെ ഒരു ആംബിയൻസ് ഒന്നല്ല കേട്ടോ. ഇപ്പോൾ ഉച്ചക്കെത്തിയ ഇതുമല്ല, രാവിലെ പുലർച്ചെ 15 ഡിഗ്രിയൊക്കെയാണ് മൊബൈലിൽ കാണിച്ചതാണ്. നല്ല കിളികളും അരുവി ഒഴുകണ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. നല്ല കോട. ഇനി ഫുഡ് കഴിക്കാൻ പോകണം. 9:30 വരെ ഉള്ളു കേട്ടോ ഫുഡ് ആയിട്ടുണ്ടോ ഇല്ലെന്നറിയില്ല. അങ്ങനെ വൈഫിനെ വെയിറ്റ് ചെയ്ത് കേട്ടോ. വൈഫിനെ വെയിറ്റ് ചെയ്തൊക്കെയാണ്. ഫുഡ് ഇന്നലെ വന്നില്ലേ റിസപ്ഷന്, ഈ പാലത്ത് കൂടെ അങ്ങനെ പോയി അവിടെയാണ് റിസപ്ഷൻ കം ഡൈനിങ്. വെറ്റായതുകൊണ്ടേ സ്ലിപ്പറി ആവാൻ ചാൻസ്. പക്ഷെ ഇത് അങ്ങനത്തെ സ്ലിപ്പറി ആയിട്ടുള്ളതല്ല കേട്ടോ, കുറച്ച് അല്ല. എന്നാലും സൂക്ഷിക്കേണ്ടത് നമ്മളെ കടമയാണല്ലോ. ഇന്നലെ വന്ന സ്ഥലമാണ്. ജീപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ എത്തും. ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് ഇങ്ങനെ പോകണം. വെള്ളം ഇതൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല. കുറച്ചേ നടക്കാൻ കുറച്ചേ ഉള്ളൂ. ഇവിടുന്ന് നമ്മൾ ലഗേജൊക്കെ എടുക്കാനൊരാളും ഉണ്ടാവും. വരുന്നുണ്ടോ അതൊക്കെ ഇതാക്കിണ്ട്. അവിടെ ഫെൻസിങ് ഉണ്ട്, അതിന്മേൽ തൊടണ്ടേ. ആർദ്രം ഇങ്ങോട്ട് വരും. എന്നാൽ അവിടെ വരെ പോയേക്കാം. ഇത് ഈ മഞ്ഞ് മൂടി കൊണ്ട് കേട്ടോ. ഇതില്ലെങ്കിൽ നല്ല മലകളിങ്ങനെ കാണാൻ ഈ ചുറ്റും നിൽക്കുമ്പോൾ. നമ്മൾ വരുമ്പോൾ തന്നെ ഒരു വീഡിയോ എടുത്തതിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇവിടെ ഉണ്ട് ഓരോരോ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്ര കിലോമീറ്റർ ആണെന്ന്. പൂക്കോടിലേക്ക് 13 കിലോമീറ്റർ ഇവിടുന്ന്. ലക്കിടി വ്യൂ പോയിൻ്റ് 17. അടിയിട്ടത് ഏതാണ് ചെയിൻ ട്രീ. നമ്മളെ ചെയിൻ ട്രീക്ക് 16 കിലോമീറ്റർ. എന്നൂർ 16. ബാനാസുര സാഗർ ഡാം 15 കിലോമീറ്റർ. ഇവിടെയുണ്ട് കേട്ടോ. പാൻഡം റോക്ക് 32. കാരാപ്പുഴ 27. എടക്കൽ കേസ് 36 കിലോമീറ്റർ. ചേമ്പര പീക്ക് 34 കിലോമീറ്റർ. സൂചിപ്പാറയ്ക്ക് 34 കിലോമീറ്റർ. മീൻമുട്ടി 18 കിലോമീറ്റർ. സ്ട്രൈക്കറൊക്കെ തൊട്ടിട്ട് ഒന്ന് ഒരു ബ്ലാക്ക് ചാടിട്ടോ. സ്ട്രൈക്കർ കിടക്കുന്നത് അതിൻ്റെ ഉള്ളിലൊന്ന് ചാടി ഉണ്ടാവുമല്ലോ. പോയിൻ്റ് നമുക്കുള്ളതാണ്. കാണുന്നുണ്ടല്ലോ. ഇനി ബാക്കി കഴിച്ചിട്ട് കാണാം. കോടൊക്കെ ഇറങ്ങിയുള്ള വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ മണിയായി. നമ്മളിനി ചിലപ്പോൾ നേരത്തെ ചെക്കൗട്ട് ചെയ്യും. വിളിച്ചിട്ട് ഒന്ന് അറേഞ്ച് ചെയ്യാനുണ്ട്. അറേഞ്ച് കഴിഞ്ഞാൽ ചെക്കൗട്ട് ചെയ്യുക, നേരെ വണ്ടി എടുക്കുക, തിരുനെല്ലി ടെമ്പിളിനാട് പോവാം. വൈകിട്ടാണ് പോകണം. അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോവുകയാണെങ്കിൽ കുറച്ച് നേരത്തെ പോവുകയാണെങ്കിൽ വ്യൂസൊക്കെ നല്ല അടിപൊളിയായിട്ട് എടുക്കാം കേട്ടോ. ഇത് ഒന്ന് ശരീരം അനങ്ങാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് വരുമ്പോൾ കുറച്ച് കഥയ്ക്കും. ഇത് സംഭവം റോസ്മേരി ഒന്നല്ലല്ലോ. അടിപൊളിയായിരുന്നു കേട്ടോ. സ്റ്റേ കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണ്. നമുക്ക് ഒരാളെ കൈ പിടിക്കണം, ഇല്ലെങ്കിൽ വരൂല. പോയിട്ട് ഡ്രസ്സൊന്ന് മാറ്റിയിട്ട് ഞങ്ങൾ റെഡി ആവട്ടെ കേട്ടോ. പാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ബൈ ബൈ പറഞ്ഞ് നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇവിടെ പറയണം. ഇന്നലെ വന്ന നൗഷാദ് തന്നെയാണ് എന്നും നമ്മളെ താഴത്തേക്ക് കൊണ്ടുപോയിട്ടാണ്. അങ്ങനെ നമ്മൾ റിസോർട്ടിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നമ്മൾ തിരുനെല്ലിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. ഫുള്ള് പാടാണ്. സ്ഥലം ഉണ്ടായിരുന്നല്ലേ. 5000 വർഷം പഴക്കമുള്ള അമ്പലമാണ്. ഇപ്പോൾ കൺസ്ട്രക്ഷൻ സ്റ്റേജിലാണ്. ഒരു റിനോവേഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ അമ്പലത്തിൽ നിന്ന് ചുറ്റും നോക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂ ആണ്. കണ്ടോ,
ഈ ബലിതർപ്പണത്തിന് വരികയാണെങ്കിൽ അവിടുന്ന് റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ പാപനാശിനി വഴി കാണിച്ചു അങ്ങോട്ടാണ്. അതിന് എന്താണ്, ക്ഷേത്രത്തിലേക്കുള്ള ശുദ്ധജലം എത്തിച്ചതിന് ശേഷം മാത്രമേ ഇനി ജലപാനം ചെയ്യുകയുള്ളൂന്ന് ഭഗവാന്റെ മുന്നിൽ പ്രതിജ്ഞ ചെയ്യുകയും പരിചാരകരെ വരുത്തി ക്ഷേത്രത്തിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള നടപടി കൽപ്പന നൽകുകയും ചെയ്തു. അമ്പലത്തിന്ന് പ്രസാദം കിട്ടിയിട്ടുണ്ട് കേട്ടോ, കഴിക്കട്ടെ. നമ്മളിപ്പോൾ വയനാട് അഡ്വഞ്ചർ പാർക്കിൽ വന്നിട്ടുണ്ട്. ഇതിന് മുന്നേ തിരുനെൽവേലി ടെമ്പിളിൽ പോയി അവിടെ നിന്ന് വീഡിയോ നമ്മൾ ലൈവായിട്ട് ചെയ്തിട്ടില്ല, അധികം കുറച്ച് ഷോർട്ടും കാര്യങ്ങളൊക്കെ എടുത്തു. പോകുമ്പോൾ ഒരുമിച്ചാ പോണ്, പോകുമ്പോൾ ഒരുമിച്ചാ. ഓക്കെ, വയനാട് അഡ്വഞ്ചർ പാർക്ക്. ഈവനിങ് ആണ് കയറിയത്, അവർ പൂട്ടാനായിരുന്നു. അപ്പോൾ കയറി സിപ്പ് ലൈന് അടിപൊളിയായിട്ട് ഒരു വട്ടെങ്കിലും സിപ്പ് ലൈൻ ഒന്ന് എൻജോയ് ചെയ്യണം നമ്മൾ. അമ്മ നമുക്ക് നമ്മളെ ആ വിശ്വാസം ഉണ്ടല്ലോ, ആ കെയറിനോടുള്ള വിശ്വാസം അതുപോലില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നല്ല പേടിയാണ്. പിന്നെ അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുമ്പോഴേക്കും നമ്മളെ പേടിക്കൊന്ന് പോയി കിട്ടും. പിന്നെ വൈഫ് പറഞ്ഞു ഒന്നും കൂടി പോവല്ലേ, ഞാനില്ല നീ പോയിക്കോ പറഞ്ഞു. അല്ല, പേടി പോയി കിട്ടിക്കോളും. പിന്നെ നല്ലൊരു മനസ്സിനൊരു, അതുവരെ ഉറങ്ങി, ഞങ്ങൾ ഇത്രയും ടൈം ഉറങ്ങി നടക്കുന്നു. കാരണം നമ്മൾ വൈത്തിരിന്ന് തിരുനെൽവേലി ടെമ്പിളിൽ പോയി, പിന്നെ അവിടുന്ന് തിരിച്ച് വന്നു, ചെറിയൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ച് നോർമൽ മീൽസും ഇത് കഴിച്ച് അവിടെ നിന്ന് നേരെ ഇങ്ങനെ വരുന്ന ടൈമിൽ സിപ്പ് ലൈനിൽ കയറാമെന്നുണ്ടായി. നമ്മളെ പ്ലാനിൽ ശരിക്കും എടക്കൽ കേവ്സ് ഉണ്ടായിരുന്നു, പക്ഷെ അത് നമുക്ക് ഇൻക്ലൂഡ് ആക്കാൻ പറ്റില്ല. കാരണം ഇന്ന് മൺഡേ ആയതുകൊണ്ട് എന്തായാലും ക്ലോസ് ആണ്. നമ്മളധികം എല്ലായിടത്തുനിന്നും ഇങ്ങനെ, ഞാൻ പൊതുവെ ഒരു ഷൈ ക്യാരക്ടറാണ്, പൊതുവെ ചാടിക്കയറി എല്ലാവരോടും മിങ്കിൾ ചെയ്യുമെങ്കിലും ഷൈ ക്യാരക്ടർ ആവണതുകൊണ്ട് എനിക്ക് എല്ലാവരും ഇടയിൽ നിന്ന് ചെന്നിട്ട് ഇങ്ങനെ വ്ളോഗ് എടുക്കുന്ന ഒരു മടിയുള്ള ക്യാരക്ടർ ആയതുകൊണ്ടാണ് എല്ലായിടത്തും നമ്മൾ എടുക്കാത്തത്. പിന്നെ ഒരു ഐഡിയ ഇല്ല, നമ്മൾ എടുത്തെടുത്ത് ശീലിച്ച് വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.